എൻ്റെ പേര് അംബ്രോസ്. ഞാൻ വരുന്നത് നോർത്ത് പറവൂർ കോട്ടപ്പുറം രൂപത കീഴുപ്പാടം സൽബുദ്ധി മാതാ ചർച്ചിൽ നിന്നാണ്. എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് എൻ്റെ മകൻ തോംസൺ. ഇവൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യാൻ പോവാണ്. ഇവൻ SSLCക്ക് എഴുതുന്ന സമയത്ത് 2018 ഞാൻ ആദ്യമായി ഈ ദേവാലയത്തെ പറ്റി കേട്ടതും ഇവിടെ വന്നതും. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല, ആ വർഷം ഉടമ്പടി എടുത്തില്ല. പ്രാർത്ഥിച്ച് ഞാനങ്ങനെ പോയി. അത് കഴിഞ്ഞ് 2019 ഞാൻ ഉടമ്പടി എടുത്തത്. 2018 ഇവൻ SSLCക്ക് ഇവിടെ വന്ന് ഇടയ്ക്ക് പ്രാർത്ഥിച്ച് പോയി. ഫുൾ A+ കിട്ടിയായിരുന്നു. ഇവന് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ +2 +1 ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് +2നും ഇവന് ഫുൾ മാർക്ക് കിട്ടി. ആ സമയത്ത് ഉടമ്പടിയായിരുന്നു. പിന്നെ വെള്ളപ്പൊക്കം വന്ന്, കൊറോണ വന്ന്, അങ്ങനെ ഉടമ്പടി നമ്മളെല്ലാവരും മുടങ്ങിയതുപോലെ എൻ്റെ ഉടമ്പടി മുടങ്ങി. പിന്നെ 2022 മുതൽ തുടർച്ചയായി ഞാൻ ഉടമ്പടി തുടർന്നുകൊണ്ട് പോകുന്നു. ഇപ്പോൾ 7 പുതുക്കൽ കഴിഞ്ഞ് 8ാമത്തെ പുതുക്കൽ അടുത്ത മാസം. ഞാൻ പറയാൻ പറയുന്നത്, ഇവനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മളങ്ങനെ മുൻകൂട്ടി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി തുറന്നുകൊണ്ട് പോകുന്നുണ്ട്. ഉടമ്പടിയിൽ എവിടെ വന്ന് ഞാൻ പുതുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞ് ഇവന് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഇതിനെ പറ്റി അന്വേഷിച്ച് ജർമ്മനിയിലേക്കല്ല യൂറോപ്പിലേക്ക് എവിടെ പോകണമെങ്കിലും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ഒരു ഏജൻറ്റിനെ കണ്ട് ആ ഏജൻറ്റ് വഴിയായിട്ട് ഇവന് IELTS കാര്യം, അത് എൻ്റെ മോൻ പറയും IELTS കാര്യം. എൻ്റെ പേര് തോംസൺ. ഞാൻ IELTS ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബേസ് പോലും എനിക്ക് ആ ടൈമിൽ അധികമില്ല. ജസ്റ്റ് പണ്ട് ബുക്കിൽ പഠിച്ച് എഴുതുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാംഗ്വേജിൽ ഒരു ഇതുമില്ല. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ഞാൻ അപ്പനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പ ഉടമ്പടിയിൽ വെച്ചിരുന്നത് IELTS ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചിരുന്നത്. കാരണം ഫസ്റ്റ് ടൈം 2 പ്രാവശ്യം പഠിക്കലും പരീക്ഷ എഴുതുമായിട്ട് തന്നെ ഒരു 30,000-30,000 അടുത്ത് വരെ ചിലവുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ അത് തീർത്തില്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാനുള്ള കാശങ്ങളിലില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആദ്യമായി ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് 2023 ഡിസംബറിലാണ്. അപ്പോൾ ഞാനൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞ് മാർച്ച് ഇൻടേക്കിലേക്ക് എങ്കിലും നോക്കണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് IELTS എഴുതാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സോടെ ഡിസംബർ 23 ക്രിസ്മസിന് മുന്നേ IELTS എക്സാമിനുള്ള ഡേറ്റ് എടുത്തിട്ട് എക്സാമിന് വേണ്ടി എത്ര ഒരുങ്ങിയിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാനായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങൾ 121 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും സ്റ്റാറ്റസൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് സ്പീക്കിംഗ് എക്സാമിനും ബാക്കി റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ് എല്ലാത്തിനും പോയത്. സ്പീക്കിങ്ങിന് ആദ്യമായിട്ട് പോയപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് അങ്കമാലിയിൽ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു എക്സാമിന് നേരിടുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത്. അതും മലയാളം ഒന്നും അറിയാത്ത ഒരാൾ ഒരു എക്സാമിനറുടെ അടുത്ത് വേണം സംസാരിക്കാൻ. അപ്പോൾ IELTSന് ABC എന്ന് പറഞ്ഞ 3 പാർട്ടുണ്ട്. അതിനകത്ത് B പാർട്ടാണ് എനിക്ക് ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്നത്. കാരണം B പാർട്ടിൽ നമ്മൾ 2 മിനിറ്റെങ്കിലും ഇംഗ്ലീഷ് കൂടുതൽ ടൈം ഒരു ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് കാശ് രൂപം എനിക്ക് തരുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ കാശ് രൂപം വെച്ചിട്ടാണ് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ മാതാവ് ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് അന്ന് B പാർട്ടിൽ ചോദിച്ചു. അങ്ങനെ എനിക്ക് ആ സ്പീക്കിംഗ് എക്സാമിന് 6 മാർക്ക് കിട്ടി. ഓവറോൾ 6 കിട്ടി, 6 കിട്ടി. ലിസണിങ്, റീഡിങ്, റൈറ്റിങ് അങ്ങനെ 7, 6 അങ്ങനെ ഓവറോൾ ഒരു 6.5 മാർക്കോടുകൂടി IELTS പാസ്സാവാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ
ജർമ്മനിക്ക് പോകുന്ന വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ തുടങ്ങി. അപ്പോൾ ലോൺ കിട്ടാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ബാങ്കുകളിൽ അന്വേഷിച്ച് നടന്നിട്ടും ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു ബാങ്ക് കിട്ടാതെ നിരാശയോടുകൂടി നിർത്തുമെന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ബാങ്ക് തെളിഞ്ഞു വന്നു. അപ്പോൾ മാതാവ് പറഞ്ഞു ആ ബാങ്കിൽ പോയാൽ കിട്ടുമെന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ആ ബാങ്കിൽ പോയപ്പോൾ അവർ ലോൺ തരാമെന്ന് സമ്മതിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഇറങ്ങാനുള്ള ധൈര്യം വന്നത്. ബാങ്കിൽ ലോൺ കിട്ടാൻ വേണ്ടി ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. മാതാവിൻ്റെ ഉപ്പും കാശ് രൂപവും പിടിച്ചുകൊണ്ടാണ് ഞാനും ഇവനും കൂടിയും പോയിരുന്നത്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഇവന് ജർമ്മനിയിലേക്ക് പോകാൻ ലോൺ ശരിയായത്. ലോണിൻ്റെ കാശ് മാത്രം പോരായിരുന്നു, പിന്നെയും പല ചിലവുകളും നമുക്കുണ്ട്. നമുക്കറിയാം ഒരാൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ എന്തോരം കാശ് ചിലവാകുന്നു ഞങ്ങൾക്കറിയില്ല. കാശ് എവിടെ നിന്നാണ് വന്നത്? കടമായിട്ടല്ല എങ്കിൽ തന്നെയും പലരും പല വിധേനയും കാശ് ഞങ്ങൾക്ക് അവിടെ നിന്നും എവിടെ നിന്നെല്ലാമായിട്ട് ശരിയായി. ഇപ്പം എൻ്റെ മോന് വിസ വന്ന് ഒക്ടോബർ 7-ാം തീയതി ഇവൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് IELTS കാര്യവും ഈ ജർമ്മനിയിലേക്ക് പോകുന്ന കാര്യവും അതെല്ലാം ഞങ്ങൾക്ക് ഒരു കഴിവില്ല. വെറും ബുദ്ധിയില്ലാത്തവർ തന്നെയാണ്. മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവന് പോകാനുള്ള അനുഗ്രഹം കിട്ടിയത്. അത് ഞങ്ങൾ എവിടെയും മാതാവിന് സാക്ഷിയായിരിക്കും. ഇവിടെ വന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ വന്ന് ഇത് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നെ മാതാവിൻ്റെ ഒരു കൃപ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് 2-ാം പ്രാവശ്യമാണ്. ഇതിക്ക് മുമ്പ് ഞാൻ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് കൊറോണയുടെ സമയത്ത് കൊറോണ വന്ന് ഞാൻ മരിച്ച സ്ഥിതിയായിരുന്നു. മാതാവ് തൊട്ട് എന്നെ സുഖപ്പെടുത്തിയതാണ്. ആ സാക്ഷി ഞാനിവിടെ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു, അതൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് പനി ജലദോഷം കഴിഞ്ഞ് മാറിയതുകൊണ്ട് തൊണ്ടയ്ക്ക് ഒരു അടപ്പുണ്ട് സംസാരിക്കുമ്പോൾ. ഞാനിവിടെ വന്ന് പറയാൻ തന്നെ ഇത് പറ്റുമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്നതിന് പരിശുദ്ധ കൃപാസന അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകില്ല. എൻ്റെ ജീവിതാന്ത്യം വരെ, എൻ്റെ ജീവിത അവസാനം വരെ ഉടമ്പടിയിൽ മാതാവിനോടും തിരുക്കുമാരനായ യേശുവിനോടും തിരുസഭയോടും ചേർന്ന് തന്നെ മുന്നോട്ട് പോകണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു കാര്യസാധ്യത്തിന് മാത്രമായിട്ട് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകരുത് നമ്മൾ. അച്ഛൻ്റെ ഓരോ ടോക്കിലും അച്ഛൻ പറയുന്ന കാര്യം അതാണ്. നമ്മൾ നമ്മുടെ കാര്യസാധ്യം കഴിയുമ്പോൾ ഉടമ്പടി ഇട്ടുകൊണ്ട് പോകരുത്. എൻ്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഉടമ്പടിയിലും മാതാവിനോട് ചേർന്നാൽ യേശു നമ്മുടെ കൂടെ ഉണ്ടാകും, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ തിരുസഭയോടും പരിശുദ്ധ അമ്മയോടും യേശുവിനും കൂടെ ജീവിതാന്ത്യം വരെ ഞാനും എൻ്റെ കുടുംബം ഉണ്ടായിരിക്കുമെന്ന് മാതാവിനോട് ഞാൻ സാക്ഷ്യമായി പറയുന്നു. യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അതുല്യ ഡൊമിനിക്ക്. ഞാൻ എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മമ്മിയുടെ പേര് ആൻസി ഡൊമിനിക്ക്, പപ്പയുടെ പേര് ഡൊമിനിക്ക്. മമ്മിയുടെയും പപ്പയുടെ ഇടവക ആലുവ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് അശോകപുരം, അവിടെയാണ് ഞങ്ങളുടെ ഇടവക. എൻ്റെ മമ്മി 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2019 ഉടമ്പടി എടുക്കുമ്പോൾ മമ്മി അതിനു മുമ്പായിട്ട് തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് എപ്പോഴും ഇവിടെ വന്ന് ഇവിടെ ഒന്ന് വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ മമ്മിക്ക് ഇവിടെ വരാൻ സാധിക്കുന്നില്ലായിരുന്നു. കാരണം എൻ്റെ മമ്മിക്ക് ലങ്സിനും ഹാർട്ടിനും ഒക്കെ അസുഖങ്ങളുള്ളത് കൊണ്ട് മമ്മിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. പൊതുവായ സ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് ഇൻഫെക്ഷൻ വരികയും ICUവിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് മമ്മി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒപ്പം പ്രാർത്ഥിക്കുകയും ഞാൻ കൊണ്ടുവരുന്ന തൈലം എന്നെക്കൊണ്ട് ഇങ്ങനെ മമ്മി
മമ്മിയുടെ നെറ്റിയിൽ കുരിശ് വരപ്പിക്കുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മമ്മിക്ക് എപ്പോഴും മമ്മിയുടെ വയറിൻ്റെ ഇടതുവശത്തായിട്ട് മമ്മിക്ക് ഒരു ചെറിയ തടിപ്പും ഭയങ്കര വേദനയും വരുമായിരുന്നു. മമ്മി എപ്പോഴും പ്രാർത്ഥിക്കും. മമ്മിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്, ഒരുപാട് സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം മമ്മി എപ്പോഴും പ്രാർത്ഥിക്കും, ഇനി ഒരു വട്ടം കൂടി എന്നെ ശരീരം കീറി മുറിക്കാൻ അനുവദിക്കരുതേ എന്ന് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. അങ്ങനെ മമ്മി ഞാൻ കൊണ്ടുവന്ന് ഈ തൈലം പരട്ടുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് പപ്പയുടെ അനിയൻ്റെ മകൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുകയും മമ്മീനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയും ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തു മമ്മിക്ക്. പക്ഷെ മമ്മിക്ക് അറിയില്ലായിരുന്നു പിന്നീട് മമ്മിക്ക് ഇവിടെ വരാൻ പറ്റുമോ എന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ മമ്മിയുടെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ഉടമ്പടി എടുക്കണമെന്ന് മമ്മിയുടെ ആഗ്രഹമായിരുന്നു. മമ്മി അത് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് കോവിഡ് വന്ന് നമ്മൾ എല്ലായിടവും ലോക്ക്ഡൗൺ ആവുകയും യൂട്യൂബിൽ നമ്മുടെ പ്രാർത്ഥനകൾ യൂട്യൂബിൽ കൂടാൻ മതിയെന്നുള്ള ഒരു ഇത് വരികയും ചെയ്തു. അപ്പം മമ്മി കോവിഡ് മൂലം ശരിക്കും നമ്മളെല്ലാവരും വിഷമിച്ചെങ്കിലും മമ്മിക്ക് ഇവിടെ വരാൻ സാധിക്കില്ല എന്ന് മമ്മിക്ക് അറിയായിരുന്നു. പക്ഷേ എങ്കിലും മമ്മിക്ക് ഇങ്ങനെ ഒരു അവസരം മമ്മിക്ക് അത് മമ്മി ശരിക്കും പ്രാവർത്തികമാക്കി ശരിക്കും യൂട്യൂബിലൂടെ കാണാൻ തുടങ്ങി. ഞാൻ ആ സമയമായപ്പോഴത്തേക്കും പുറത്തേക്ക് പോകാനും എനിക്ക് പറ്റി. അങ്ങനെ ഇരിക്കെ മമ്മി പ്രാർത്ഥിച്ചു. മമ്മി 10 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. മമ്മിക്ക് ഒരു വീട് വാങ്ങിക്കണം എന്ന് മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മമ്മി കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചെങ്കിലും അത് സാധിച്ചില്ലെങ്കിലും മമ്മി പറയുന്നു എന്നെങ്കിലും ഒരിക്കൽ തരും. ഇപ്പം ദൈവം തൽക്കാലം വാടകയൊന്നും കൊടുക്കാതെ താമസിക്കാൻ ഒരു സ്ഥലം ദൈവം തന്നിട്ടുണ്ടല്ലോ, എന്നെങ്കിലും എൻ്റെ ആഗ്രഹപ്രകാരം എനിക്കൊരു വീട് തരും എന്ന് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഉടമ്പടി വെച്ചപ്പോൾ ഒരു സ്ഥലം വിൽക്കുവാനും നല്ലൊരു വീട് ഞങ്ങൾക്ക് ലഭിക്കുവാനും വേണ്ടി മമ്മി പ്രാർത്ഥിച്ചു. മമ്മി ഈ സ്ഥലം വിൽപ്പനയ്ക്ക് നമ്മൾ പറഞ്ഞ തുകകളൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറയണ കേട്ടു, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ എത്ര തുകയാണോ എത്ര ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പൈസ വെച്ച് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അച്ഛൻ ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ മമ്മി ഞങ്ങളുടെ ഒരു സ്ഥലത്തിന് 1 സെൻറ്റിന് 4.5 രൂപ വെച്ച് മമ്മി പ്രാർത്ഥിച്ചു. മമ്മിക്ക് 2022 ഞങ്ങളുടെ സ്ഥലം കറക്റ്റ് 4.5 രൂപ വെച്ച് 7 സെൻറ്റ് സ്ഥലം വിറ്റുപോകാനും മമ്മി ആ തുക നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ 2022 പെസഹ ഞങ്ങൾക്ക് ആ പുതിയ വീട്ടിൽ വെച്ച് നടത്താനും മമ്മി മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 2022 പെസഹായ്ക്ക് ഞങ്ങൾ അവിടെ പാല് കാച്ചുകയും ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള പിറ്റേ തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ താമസമാക്കുകയും ചെയ്തു. അതുപോലെ മമ്മി മാതാവിനോട് വാഗ്ദാനം ചെയ്തു, ഞങ്ങൾ കയറുന്ന വീട്ടിൻ്റെ ഫ്രണ്ടിൽ മാതാവിനെ കണ്ടുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഈ വീട്ടിലോട്ട് കയറാൻ, അതിന് പറ്റുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് അവിടെ കാണിച്ചു തരണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിവിടെ സ്റ്റോളിൽ നിന്ന് ഞങ്ങൾ മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിച്ചു. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് കയറുമ്പോൾ വരുന്ന എല്ലാവരും ഈ നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ടല്ലാതെ കയറാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾക്ക് അവിടെ വെക്കാനും സാധിച്ചു. ഈ വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു.